അപ്പം എങ്ങനെയാ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞങ്ങളാണല്ലേ ഈ ജർമ്മനിയിലെ ബസ് ജോലിയുടെ സാധ്യതകളെ കുറിച്ച് ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ശിവചേട്ടൻ്റെ സാലറിയുടെ കാര്യങ്ങൾ പറയായിരുന്നു. അപ്പോൾ അത് ഉള്ളതാണോ, അത് അത്ര സാലറി നമുക്ക് കൈ കിട്ടുമോ, അതുപോലെ നമുക്ക് ജർമ്മനിയിലോട്ട് എങ്ങനെ ഡ്രൈവറായിട്ട് എത്താം, അല്ല എങ്ങനെ അതിൻ്റെ ജോലി സാധ്യതകൾ എങ്ങനെയാണെന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കുറേ ആളുകൾ നമുക്ക് ഇൻബോക്സിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതൊരു ഡീറ്റെയിൽ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ജർമ്മനിയിലോട്ട് ബസ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജർമ്മനി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക. ഞാൻ എന്റെ ശമ്പളം എന്ന് പറഞ്ഞത് 3200 തൊട്ട് 4200 രൂപ വരെ ഉണ്ടെന്ന് പറഞ്ഞത് അത് വെറുതെ പറഞ്ഞതല്ല, അത് ഞാൻ കുറച്ച് പറഞ്ഞതാണ്. പക്ഷെ എല്ലാവരുടെയും വിചാരം ഈ പൈസ ഫുള്ള് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും, നമുക്ക് വീടിന്റെ വാടക കൊടുക്കേണ്ടി വരും, നമ്മുടെ ചെലവുകൾ എല്ലാം ഉണ്ട്. ഈ ചെലവുകളെല്ലാം കഴിഞ്ഞു പോലും നാട്ടിലെ 2.5 ലക്ഷം രൂപയും മുകളിൽ സമ്പാദിക്കുന്ന ഡ്രൈവർമാർ ഇവിടെ ഉണ്ട്. പിന്നെ ലോങ് സർവീസ് ബസ്സുകൾ ഓടിക്കുന്നവർക്ക് 3500 തൊട്ട് 4800 രൂപ വരെ ശമ്പളം ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് മൊത്തം നമുക്ക് കിട്ടില്ല. നമുക്ക് ടാക്സ് കഴിച്ച് നമ്മുടെ ചെലവും കഴിഞ്ഞു പോലും 2500 രൂപ, അതായത് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നവരുണ്ട്. ഇനി ഫാമിലിയും മൊത്തം നമ്മൾ സുഖമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എങ്കിൽ പോലും നമുക്കൊരു 1.5 ലക്ഷം രൂപ തൊട്ട് മേലോട്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റും മാസം. ജർമ്മനിയിൽ 11,604 യൂറോ വരെ ആനുവൽ ഇൻകം ഉള്ളവരിൽ നിന്ന് 0% ടാക്സും, എന്നാൽ 11,604 മുതൽ 66,760 യൂറോ വരെ ആനുവൽ ഇൻകം ഉള്ളവരിൽ നിന്നും 14% മുതൽ 42% വരെ ടാക്സ് ഈടാക്കുന്നുണ്ട്. 66,000 മുകളിലോട്ട് 45% ടാക്സാണ് സാലറിയിൽ നിന്ന് എടുക്കുന്നത്. നാട്ടിലുള്ള ഡ്രൈവർമാർ ചോദിച്ചൊരു ഒറ്റ കാര്യമുള്ളൂ, ജർമ്മനിയിലോട്ട് ബസ് ഡ്രൈവറായിട്ട് എളുപ്പത്തിൽ എങ്ങനെ എത്താം? അത് ഷിയോചേട്ടന്റെ അഭിപ്രായത്തിൽ എന്താണ്, എങ്ങനെയാണ് നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നത്? അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വേറെ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് നമ്മൾ കയറി വരിക. അവിടെ കയറി വന്നതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരിക. കാരണം വേറെ യൂറോപ്യൻ കൺട്രിയിലേക്ക് കയറി വരാൻ എളുപ്പമാണ്, കാരണം ഭാഷയുടെ പ്രശ്നമില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ ജർമ്മനിയെക്കാളും സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്ന പല രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലേക്ക് വിസ കിട്ടാനും അങ്ങോട്ട് വരാനും നമുക്ക് എളുപ്പമായിട്ട് സാധിക്കും. അതിനുശേഷം അവിടുന്ന് ജർമ്മനിക്ക് വരുന്നതായിരിക്കും ഏറ്റവും എളുപ്പമായ. നമ്മുടെ നാട്ടില് മലയാളികളുടെയും നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഒരു ഡ്രൈവർ ജോലി, ഒരു ബസ് പണിക്കാരൻ എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു വിലയില്ല. പക്ഷെ എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ജർമ്മനിക്ക് കയറി വന്നോ, വൈറ്റ് കോളർ ജോബാണ്. അത് തന്നെയല്ല, ഒരു പ്രൊഫഷണൽ നേഴ്സിനെ കഴിഞ്ഞ് മേലെ സാലറി മേടിക്കും, ഫാമിലി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു കൺട്രിയാണ്. അപ്പൊ നാട്ടിലുള്ള ഏതെങ്കിലും ചേട്ടന്മാരോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഒരു ബസ് ഡ്രൈവറായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ജോബ് ചെയ്യുന്നതിന്. കാരണം ഇവിടുത്തെ ബസ് ഡ്രൈവർമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ജോലിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ കൂടെ ത്രൂ ജർമ്മനിയിൽ എത്തിപ്പെട്ടാൽ, ഒരു നല്ല കമ്പനിയിൽ ഒരു ജോലി കിട്ടിയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് സെറ്റിൽ ആകുന്ന ഒരു കാര്യമാണ്. അത് തന്നെയല്ല, ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ജർമ്മനിയിൽ പല കമ്പനികളുമുണ്ട്. അതുപോലെ തന്നെ DB ഉണ്ട്, ഡോയിഷ് ബാന്റെ കമ്പനിയുണ്ട്. ഡോയിഷ് ബാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ജർമ്മൻ റെയിൽവേയുടെ കമ്പനിയാണ്. ആ കമ്പനിയിൽ വരെ നമുക്ക് മലയാളികൾ ഇപ്പം ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒത്തിരി ചാൻസുകളാണ് നിങ്ങളെ കാത്ത് നാട്ടിലുള്ള ബസ് ഡ്രൈവർമാരെ, ഹെവി ലൈസൻസ് ഹോൾഡേഴ്സിനെ കാത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പരിചയമുള്ള ആ എല്ലാ കൂട്ടുകാർക്കും, എല്ലാ നല്ല ഡ്രൈവർ ചങ്ക് കൂട്ടുകാർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്നതും വരെ ഇതേപോലത്തെ ചെറിയ ചെറിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്തെടുക്കുക. അതുവരെ ബൈ.